എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയണത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് യൂഷ്വലി നമ്മൾ മലയാളികൾ പോവാറില്ലാത്ത, എക്സ്പ്ലോർ ചെയ്യാത്ത, എന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ പറയണത്. ഇത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുമാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലുമാണ്. എന്നാൽ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വളരെ സ്കോപ്പ് ഉള്ളതായിട്ടുള്ള അപ്പോളോ യൂറോ ഡീലക്സ് ക്യാമറ വാൻ വെച്ചിട്ടാണ് ഞാൻ കറങ്ങിയത്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. വണ്ടിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. വണ്ടി എടുക്കുന്നതിന് മുൻപും വണ്ടി തിരിച്ച് പാർക്ക് ചെയ്യുമ്പോഴും. ഇപ്പോൾ രാവിലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ പെട്ടെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സാധനം വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കും. ഇത് ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് നിൽക്കും, വളരെ കയറാൻ നല്ല സ്റ്റെപ്പുമാണ്. പക്ഷേ ഇത് തിരിച്ച് നമ്മൾ വണ്ടി എടുത്തു പോകുന്ന നേരത്തെ ഇതുപോലെ തട്ടാൻ മറക്കും. അത് വളരെ ചെക്ക് ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് അവിടെയുള്ള ഔണിങ്. നമ്മൾ ഈ ഔണിങ് ഇങ്ങനെ വലിച്ചെങ്ങനെ വെക്കും, അത് തിരിച്ച് ഇതാക്കിയിട്ടില്ല എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ 4 ഭാഗത്തും ഇതുപോലുള്ള ചില്ലുകളുണ്ട്. ഈ ജനലുകൾ തുറന്നിടും, കാരണം ഉള്ളിൽ നല്ല സർക്കുലേഷൻ കിട്ടാൻ വളരെ നല്ലതാണ്, എഫക്റ്റീവ് ആണ് ഇത് തുറന്നിടുന്നത്. തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കണം, ചില സ്ഥലങ്ങളിൽ ഈ ആമ്പാറ്റ പോലുള്ളതും അങ്ങനത്തെ സാധനങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളിൽ സ്മോക്ക് ഡിറ്റക്ഷൻ അലാംസ്, അത് യൂഷ്വലി ഞാൻ എൻ്റെ 4 തവണ എടുത്തിരിക്കുന്ന വണ്ടികളിലും സ്മോക്ക് ഡിറ്റക്ഷൻ അലാംസ് കുറച്ച് നല്ലോണം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അത് വലിയ കാര്യമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലുള്ളവരും പറയുന്നത്. ശരി, ഈ LPG ഗ്യാസ് സ്റ്റോറേജിന്റെ അതിന്റെ ഈ രണ്ടറ്റത്ത് തുറന്ന് സാധാരണത്തെ പോലെ തന്നെ ആദ്യമൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് എല്ലാ തവണയും അടച്ചിട്ട് തുറന്നിട്ടും ഒക്കെയാണ് പോയിരുന്നത്. അത് കുറച്ച് പ്രസ് ചെയ്യും, എല്ലാത്തിനെയും കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെ ഇത് ഉണ്ടാവാറ്. കാരണം ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഇതിന് വരണതാണ്. പിന്നെ അതിൽ 2 കുറ്റി ഉണ്ടാവും ആൾറെഡി. ഇതിന് പുറമേ ഒരു കുറ്റിയുടെയും കൂടി പൈസ നമ്മളെ കൊണ്ട് പിടിപ്പിക്കും. എന്നാലും നമ്മൾ അത് എടുത്തു പോകും, കാരണം ഇനി എങ്ങാനും അല്ലെങ്കിൽ പ്രീഫിൽഡ് ഇതിനെ ബുക്ക് ചെയ്യാനല്ലേ എളുപ്പമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒക്കെ അത് ഇവിടെയാണ് തുറക്കാനും അടക്കാനുള്ള സാധാരണ ഗ്യാസിന്റെ ഒരു നോബ് പോലെ. ഞാൻ ശ്രദ്ധിക്കണത് വെള്ളത്തിന്റെ അഗൈൻ ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാവിലെ നമ്മൾ കുളിക്കണതിന്റെ മുന്നേ തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. പക്ഷെ കുളി കഴിഞ്ഞ് വരുമ്പോഴാവും ചിലപ്പോൾ നമ്മുടെ ഫുഡിന്റെ ഒക്കെ പാചകങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളത്തിന്റെ പരിപാടി ചെയ്യാനുള്ള ഉദ്ദേശങ്ങൾ അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ തുള്ളി കളിച്ച് വരും. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഈ ഭാഗം പൊക്കി അത് താഴ്ത്തി വെച്ച്, അത് താഴ്ത്തി വെക്കുമ്പോൾ തന്നെ വെള്ളം വരാത്ത രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ആകെ അടിപൊളിയായി നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് നല്ലോണം പൊക്കി പിടിക്കുക ഉണ്ട്. പൊക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അലുവിലും ഇല്ലാതെ ചെയ്യാം. ഇതിന്റെ പൈപ്പ് ഇപ്പുറത്തെ സൈഡായിരിക്കും, കറണ്ട് അപ്പുറത്തെ സൈഡായിരിക്കും. അപ്പോൾ പൈപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വരുന്ന രീതിയിലായിരിക്കും നിൽക്കുക. എല്ലാ സ്ഥലത്തും ഇതിന്റെ ലെങ്ത് നല്ലോണം ഉണ്ടാവും. അപ്പോൾ കറണ്ടിന് ഉള്ളതല്ല, വെള്ളത്തിന് അടുപ്പിച്ച് പാർക്ക് ചെയ്യണം നന്നാവുക. അപ്പോൾ വെള്ളത്തിന് അടുപ്പിച്ച് പാർക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇതിന്റെ 2 ടിപ്പുകൾ. ഇതിന് 2 ടിപ്പുണ്ട്, ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാവും, ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിന് പുറമെ ഇതിൽ വേറൊരു ടിപ്പും കൂടി ഉണ്ട്. ഇതാ ഇതുപോലുള്ള ഓറഞ്ച് ടിപ്പ്. ഈ 3 ടിപ്പുകൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുമ്പോൾ ഇത് പല സ്ഥലത്തും മറന്നു വെക്കും. ഇത് മറന്നു വെച്ച് കഴിഞ്ഞാൽ, കാരണം ചില സ്ഥലത്ത് ഇത് പോരേണ്ടി വരും, ചില സ്ഥലത്ത് പോരേണ്ടി വരില്ല. അപ്പം ഇത് മറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോയി കിട്ടാനുള്ള പണി ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും. അപ്പോൾ അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ ഇത് ഈ അറ്റത്ത് ഇത് പൈപ്പ് ഇതിലിടുക, തുറക്കുക, ഇതിലിടുക, ഇതിലിട്ട് അത് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് എളുപ്പം. കറക്റ്റായിട്ട് ചുരുട്ടി ചുരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമുണ്ട്. ഇന്ന് രാവിലെ ഇപ്പം ഇവരാണ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ടിപ്പിൽ ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട്, ആ ഗ്രിപ്പ് ഞെക്കുക, ഇത് ഇങ്ങനെ വയ്ക്കുക, ഇതാക്കുക, അത്രേ ചെയ്യാനുള്ളൂ. പക്ഷേ ഇതിൽ എളുപ്പം നല്ലത് ഇത് ആദ്യം അടിയിൽ ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് വെക്കാവും. അപ്പോൾ ആദ്യം ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇൻസെക്റ്റുകളോ സെൻറ്റിപ്പീഡോ മില്ലിപ്പീഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസും കടി കിട്ടാനൊക്കെ ചാൻസ് ഉള്ള മേഖലകളാണ്.
അപ്പോൾ ആദ്യം തന്നെ ഈ സ്ഥലം നല്ലോണം നോക്കി, കാരണം ഇതെപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കി റെഡിയാക്കി, ഇത് വലിയ കുഴപ്പമില്ലാത്ത ടോർച്ച് ലൈറ്റിൽ ഇത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് റെഡിയാക്കി, ഇത് രണ്ടും ഫിക്സ് ചെയ്ത് റെഡിയാക്കി ഇത് ഇതുപോലെ വെക്കുക. ഇത് കട്ട് ചെയ്ത് ഇത് ഞെക്കി കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിലും കുറച്ചൊക്കെ ലീക്കായി മേത്തേക്ക് മുഴുവനും വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറേശ്ശെ ആയിട്ട് തുറന്ന് നോക്കുക. പൊതുവെ നല്ലോണം ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വേറൊരു കാര്യം, നമ്മൾ രാത്രി ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ മീതെ ഈ അമ്പാറ്റ പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ റോഡിൽ നല്ലോണം ഉണ്ടാവും. അതൊക്കെ വന്നിട്ട് ഇതിൽ ചിപ്പ് ചെയ്തിങ്ങനെ സ്റ്റിക്കായിട്ട് ഇങ്ങനെ കിടക്കും. ആ വൃത്തികേടായി ഉണ്ടാവും. അപ്പോൾ രാത്രി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ രാവിലെ ഡേ വെളിച്ചത്തിൽ നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നിയൊന്നും വരില്ല. വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ എല്ലാ ദിവസവും ചില്ല് വൃത്തിയാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില്ല് കൂടെ നല്ല രസകരമായിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ ഫോട്ടോഗ്രാഫിയും ഇതൊക്കെ സീനറിയും ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ ചില്ലിലുള്ള ചെറിയ വൃത്തികേടുകളാണ് ഫോട്ടോയിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും രാവിലെ അത് നേരത്തെ ചെയ്ത് വെക്കണം. കാരണം എനിക്ക് പലപ്പോഴും മറന്നു പോകും. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് പിന്നെ അത് കഴുകാൻ തുടങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുന്നേ രാവിലെ തന്നെ ഇതാക്കി ചില്ല് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചില്ലെങ്കിൽ ഫോട്ടോസിന്, കാരണം രാവിലെ ചെറിയ ഇത് ചില്ല് കൂടെ കാണുമ്പോൾ നമുക്ക് വലിയത് തോന്നില്ല. പക്ഷേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. ചില്ല നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഷവർ ജെല്ലിൻ്റെ ഒരു തുള്ളിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ, നല്ല റെഡി ആയിട്ടുള്ള ഫോട്ടോസും. വണ്ടി ഓടിക്കുമ്പോഴും ഇതിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, ഈ ടയറ് ഈ ചളിയുള്ളതിലേക്ക് കുറച്ചിറങ്ങിയാൽ മതി, താന്നു പോകും. മറ്റേതിനെ കാറിനെയോ മറ്റേതിനെയോ അപേക്ഷിച്ച് വളരെ ഫ്രജൈലായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് കുറച്ച് മടിയായിട്ടുള്ള ഏരിയയിൽ തന്നെ ഇറങ്ങിയാൽ തന്നെ വളരെ പെട്ടെന്ന് താന്നു പോകും ഈ രണ്ട് ടയറും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലെവലും എപ്പോഴും ശ്രദ്ധിക്കണം. ചില സ്ഥലങ്ങളിൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പാർക്ക് ചെയ്യണത് രാത്രിയല്ലേ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ രാത്രി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് രാവിലെ ഈ വെള്ളത്തിൻ്റെയൊക്കെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയകൾ മടിയായിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ടയറ് കുറച്ചതായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മടിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ വണ്ടി എടുക്കുന്നതിന് മുന്നേ 4 ടയറും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം, ഇത് ചെക്ക് ലിസ്റ്റിൽ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ടതാണ്. 4 ടയറിൻ്റെ ഏരിയ ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കുക, അതേപോലെ സൈഡിലുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഈ സാധനം, ഇത് വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇത് നിർബന്ധമായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോരാ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് കാറ്റത്ത് ഇങ്ങനെ ആടി കളിക്കും. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് പവറിൻ്റെ ഉണ്ട്. പവറിൻ്റെ ഇതേപോലെ ആടി കളിക്കണതിന് ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കണം. ഈ 4 സാധനങ്ങളും അടഞ്ഞിട്ടില്ലെന്ന് ശ്രദ്ധിക്കണം. കാരണം സാധനങ്ങൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളത് അത് നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇതിൽ ഇതാക്കുക. ഇവിടെ ഒരു ബ്ലൂ സാധനം കാണും. ഈ ബ്ലൂ സാധനം ഇങ്ങനെ ഞെക്കി വലിക്കുക. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിൽ ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം ഉണ്ടാവും. അത് മേത്തേക്ക് വരാത്ത രീതിയിൽ പിടിച്ച് ഇങ്ങനെ കുറച്ച് ഇതാക്കിയിട്ട് എടുക്കാവും. ഒരു തുള്ളി വെള്ളം മിക്കവാറും അത് പോവൊന്നുമില്ല, നമ്മൾ മേത്തേക്ക് ഒലിക്കൊന്നുമില്ല. ഇതാക്കി ഇത് വെച്ചു. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. റെഡിയായോ? ഡം പോയിന്റിൽ ചെല്ലുക. ഡം പോയിന്റ് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക, ചില സ്ഥലങ്ങളിൽ ആ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഐക്കൺ മാത്രം. യൂഷ്വലി അത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഡം പോയിന്റ് അല്ലത്. നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ടു ടാക്കിളാണ് ഇവിടെ. ഓക്കെ, ഇത് ഇതാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം, ഇതിൻ്റെ ഉള്ളിൽ കെമിക്കൽ ഇതായിട്ടുള്ള ആ സാധനങ്ങൾ മുഴുവൻ ഡൈജസ്റ്റൻസ് മുഴുവൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഇങ്ങനെ ആയിട്ട് സ്ലോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ എയർ ബബിളിൻ്റെ ഇതിൽ കടയെന്ന് പറഞ്ഞിട്ട് ഇതാക്കും. സ്ലോ ആയിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇതാക്കി ഒഴിക്കാനും പാടുള്ളൂ, അല്ലെങ്കിൽ അത് മുഖത്തേക്ക് തെറിക്കാനും വൃത്തികേടാവാനും ചാൻസ് ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, വണ്ടി എടുക്കണതിന്റെ മുന്നേ ഇപ്പൊ എനിക്ക് പറ്റിയ അബദ്ധമാണ്, ഫോണിന് ഞാൻ ഹോൾഡർ കൊണ്ടുവന്നില്ല. ഫോണിന്റെ ഹോൾഡർ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. നമ്മുടെ GPS-ന്റെ അത്ര തന്നെ ഇതിലുള്ള GPS വർക്ക് ചെയ്യണില്ല, എളുപ്പമല്ല. അപ്പൊ നമ്മള് ജനലിൽ ഒട്ടിക്കാൻ പറ്റുന്നത് ഇപ്പൊ കണ്ടില്ലേ, ഈ സ്പേസിൽ ജനലിൽ വെച്ച് കഴിഞ്ഞാലും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പൊ കുറച്ച് നല്ലോണം ബുദ്ധിമുട്ടാണ് ഇതിനൊരു സൊല്യൂഷൻ കിട്ടാൻ. ഇവിടെ റബ്ബർ ബാൻഡ് കിട്ടാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഇതില് നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുള്ള, നമ്മൾ ഫോണിൽ വെക്കാൻ പാകത്തിലുള്ള ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് നമ്മുടെ കൺവീനിയന്റ് മെത്തേഡ് നമുക്ക് തന്നെ വേണം. ഇവിടെ ഒന്നും വേറെ വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ഞങ്ങൾ വാങ്ങി നോക്കിയതാണ്. ഇതൊന്നും ഇതിലേക്ക് മാച്ച് ആവൂല, ശരിയാവൂല, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലൈനിൽ വാങ്ങിയിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് ഇവിടെ ഓൺലൈനിലല്ലോ, നമ്മളൊരു അഡ്രസ് അല്ലല്ലോ എടുക്കുക. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഇനി വണ്ടിയുടെ അകത്തേക്ക് ഇത് മെഴ്സിഡസ് ബെൻസിന്റെ ആണ്. നമ്മൾ കഴിഞ്ഞ തവണ എടുത്തിരുന്നത് ഫോർഡിന്റെ ആയിരുന്നു. അപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട്. മെഴ്സിഡസ് ബെൻസിന്റെയും ഫോർഡിന്റെയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ചെയ്യേണ്ടതില് ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പലപ്പോഴും ഈ താക്കോലില്ലേ, താക്കോല് നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നുണ്ടാവും. പക്ഷെ ഇത് മിക്കവാറും സ്ഥലങ്ങളിലും അത് മതിയാവില്ല. ഈ ഇതിൽ തന്നെ കണ്ട് 2 or 3 തവണ തന്നെ തിരിച്ചതാക്കിയിട്ട് വെക്കേണ്ടി വരും ചില സ്ഥലത്ത്. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഓൺ ആക്കുക. ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ചും ഉണ്ട്. നല്ലോണം താഴത്തേക്ക് ഇത് വെറുതെ ഹാൻഡ് ബ്രേക്ക് വെറുതെ ഇതാക്കിയാൽ പോരാ, മുകളിലേക്ക് നല്ലോണം പൊക്കി പ്രസ് ചെയ്ത് ഞെക്കിയിട്ട് ഇതാവണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇതിന്റെ ഈ പി എന്നുള്ള സിഗ്നൽ പോകുള്ളൂ, അല്ലെങ്കിൽ ഗിയറിലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ബ്രേക്ക് ചവിട്ടിയിട്ട് ഈ സൈഡിലാണ് ഇതിന്റെയൊക്കെ ഗിയർ സിസ്റ്റം വരുന്നത്. താഴത്തേക്ക് സാധാരണ ഫസ്റ്റ് ഗിയർ, മുകളിലേക്കുള്ള റിവേഴ്സ് ഗിയർ, 2 ഓട്ടോമാറ്റിക് ആണ് ഫുള്ള്. അതിന്റെ 2ന്റെ ഇടയിൽ ന്യൂട്രൽ ഗിയറിൽ വീഴും. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അതിന്റെ സ്പീഡ് ഇതാക്കാനുള്ള സ്പീഡ് ക്രൂയിസറിൽ സെറ്റ് ചെയ്യുക. ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് സ്പീഡിന്റെ പ്ലസും മൈനസും ഉണ്ട്. ചിലതിൽ അത് താഴത്തേക്ക് പ്ലസും മുകളിലേക്ക് മൈനസും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ റീസെറ്റ് ചെയ്യണം. ഈ ബട്ടൺസ് ഒന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഡീറ്റെയിൽസ് പഠിക്കണം. പിന്നെ ഇതിൽ വോയിസിന്റെ മറ്റേതിൻ്റെയൊക്കെ ഹോമിന്റെ ആയിട്ട് ഇപ്പുറത്തുണ്ട്. ഞാനതൊന്നും ഉപയോഗിക്കാറില്ല, സാധാരണ വെറും സിമ്പിളായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. ഇതിലാണ് ഇതിന്റെ മറ്റേ കണക്ഷൻസ്. ഐഫോണായിട്ടും ആൻഡ്രോയിഡ് ആയിട്ടും കണക്ട് ചെയ്യാം. ഇത് ഫുള്ളി ഡിപ്പെൻഡബിൾ അല്ല. നമ്മൾ പലപ്പോഴും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ 1/4 മണിക്കൂറൊക്കെ മെനക്കെട്ടുന്ന ചെറിയാവാത്ത പരിപാടികളുണ്ട്. നമ്മൾ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്ത് തന്നെ ചെയ്തു പോവാണ് എളുപ്പപ്പണി. മറ്റേൻ്റെ അത്ര ഇത് എന്താ പറയാ, പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ FM ഒന്നും വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യണോ ഉണ്ടായിരുന്നില്ല. ശരിക്കും അതൊക്കെ യൂസ് ചെയ്യണ ഇതിൽ നല്ല അടിപൊളി സെറ്റപ്പ് ആണത്. വണ്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളും അതും ഇതൊക്കെയാണ് ഇതിലുണ്ടാവുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുക്കുകൾ എടുത്ത് വായിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ ആ വണ്ടിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇതിന് ഇവിടെ വേറൊരു ഷീറ്റ് തന്നിട്ടുണ്ടാവും. ഇത് രണ്ടുമാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതാ ഇതിൽ കാണിക്കുന്നതിൽ കുറേ എണ്ണത്തിൽ ഒരു ആഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ കാറിൽ ഉപയോഗിക്കണതല്ല ഈ ആഡ് ബ്ലൂ. അപ്പോൾ ഈ ആഡ് ബ്ലൂ കുറഞ്ഞു വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാളെ വിളിച്ചിരുന്നു. ആദ്യം ഒരു മദാമേനെ വിളിച്ചു. ആ മദാമ കുറേ പേടിപ്പിച്ചു. $60,000 നമുക്ക് ഉത്തരവാദിത്വം വരും, നഷ്ടോത്തരവാദിത്വം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പം ഞാനാകെ പാനിക്കായി. കാരണം ഇത് കുറഞ്ഞു വരുമ്പോൾ എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്നൊന്നും എന്നോട് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നെറ്റിൽ ഫുള്ള് നോക്കി, നെറ്റിലും ആരും ഒന്നും പറയണില്ല. കുറേ പെട്രോൾ സ്റ്റേഷനിൽ ചോദിച്ചു നോക്കി. പെട്രോൾ സ്റ്റേഷനിലുള്ള ആൾക്കാർക്കൊന്നും എവിടെ ഒഴിക്കേണ്ടതെന്ന് അറിയില്ല. പെട്രോള് $10 സാധനം തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ വണ്ടിയിൽ എവിടെ ഒഴിക്കേണ്ടതെന്ന് അറിയണ്ടേ? അപ്പോൾ അതറിയില്ല. അത് കഴിഞ്ഞ് ഞാനാകെ പാനിക്കായി. പക്ഷെ അത് വലിയ പ്രശ്നമുള്ളതല്ല. ബോണറ്റ് തുറന്നു കഴിഞ്ഞതൊക്കെ ബോണറ്റ് തുറക്കാൻ അവിടെയാണ്. പക്ഷെ നമ്മൾ ബോണറ്റ് സാധാരണ തുറക്കാത്തതുകൊണ്ട് നമുക്കൊരു ശീലമില്ല. അതിൽ ആഡ് ബ്ലൂ ആഡ് ചെയ്യാനുള്ള മോഡൽ വരുന്നുണ്ട്. ആ ആഡ് ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. ഒരു 2000-3000 കിലോമീറ്ററൊക്കെ കൂടുമ്പോഴത് അത് ഇതാക്കുക. വണ്ടി തരുമ്പോൾ അവർ ഫില്ല് ചെയ്യും. അപ്പോൾ 2ാമത്തെ തവണ ഞാൻ സായിപ്പ് ഒരാളാണ് കിട്ടിയത്. ആ സായിപ്പ് വിളിച്ച് ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പറഞ്ഞു പേടിക്കണ്ട. വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിളിക്കാനായിട്ടുള്ളതിൽ 2 നമ്പറുണ്ട്. ഒരെണ്ണം മൊബൈൽ നമ്പറാണ്, ഒരെണ്ണം ഫ്രീ ടോൾ ഫ്രീ ആയിട്ടുള്ളതാണ്. ഈ മൊബൈൽ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ എടുക്കും. കോൾ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കോൾ ഫ്രീ അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ അവരെപ്പോഴും ചോദിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് നമ്പറാണ് ചോദിക്കുക. പിന്നെ ഈ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. ഈ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 520JJ8 ആണ് ഇപ്പോഴത്തെ വണ്ടിയുടെ. ഇതുപോലത്തെ ഒരു നമ്പർ ആയിരിക്കും. ഈ നമ്പർ നമുക്ക് എല്ലാ സ്ഥലത്തും ആവശ്യമാണ്. കാരണം ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പാർക്കിങ്ങിന്റെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പാർക്കിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ അടിക്കണം. എന്നിട്ട് അടിച്ചിട്ട് നമ്മൾ പേയ്മെന്റ് നമ്മൾ സാധാരണ കാർഡ് ടാപ്പ് ചെയ്യണ പോലെ അല്ലെങ്കിൽ മറ്റോ വെച്ചിട്ട് പേയ്മെന്റ് നടത്താം. പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ട് ആ സാധനം ഡാഷ്ബോർഡിന്റെ ഇവിടെ വെക്കണം. അപ്പൊ ഇതിന് അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കാരവാൻ പാർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കേണ്ടി വരും. പിന്നെ അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കേണ്ടി വരും. അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതെന്ന് അത് എഴുതിയെടുത്ത് നമുക്ക് പല സ്ഥലത്തും വേണ്ടി വരും. അത് ഇവിടെ നമുക്ക് C-ടൈപ്പ് കേബിൾ ഒരെണ്ണം ഉണ്ടാവും. C-ടൈപ്പ് കേബിൾ ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാർജ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ GPS ഒക്കെ വെക്കാനുള്ള അതിന് വേണ്ടി കണക്കാക്കിയാൽ മതി. പക്ഷെ ഇത് വണ്ടി ഓടുമ്പോഴേ ചാർജ് ആവുള്ളൂ. പക്ഷെ ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള സാധാരണ ഇതായിട്ടുള്ളത് ഇവിടെയാണ് ഉണ്ടാവുക. ഇത് എപ്പോഴും വർക്കിംഗ് ആണ്. ഇതിന്റെ ഇവിടെ ആയിട്ടുള്ളത് ഇത് നമുക്ക് 2 സാധാ മറ്റേ USB ടൈപ്പ് ചാർജറുകൾ ഉണ്ടാവും. അപ്പോൾ ഈ USB ടൈപ്പ് ചാർജർ ഉണ്ടെങ്കിൽ 2 ഇത് നമ്മൾ നെറ്റിൽ വണ്ടി ഓഫ് ചെയ്താലും പവർ കൊടുത്താലും എപ്പോഴും ഇതിൽ ചാർജും ഉണ്ടാവും, ഇതും ഉണ്ടാവും. പിന്നെ ഇവിടെ 2 പ്ലഗ് പോയിന്റ് ഇങ്ങനത്തെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്ലഗ് പോയിന്റും വെക്കാം. അപ്പോൾ 4 എണ്ണത്തിൻ്റെ 4 ഫോണിൽ ഇപ്പോൾ നമുക്ക് സാധാരണ വരുള്ളൂ. അതിൽ കൂടുതൽ വരാനുള്ളത് ഉണ്ടാവില്ല.
അപ്പോൾ ഇതിന് സാധാ ഇതായിട്ടുള്ള ഈ സി ടൈപ്പ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കഴിയും. സാധാ USB 2 ഇതൊരു സി ടൈപ്പും. വണ്ടിയുടെ അകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതൊരു നെറ്റ് ടൈപ്പ് സാധനങ്ങളാണ്. പെട്ടെന്ന് കീറാനും പൊട്ടാനും ചാൻസ് ഉള്ളതാണ് ആ 2. വണ്ടി എടുക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ ക്ലിപ്പ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി എടുക്കുമ്പോൾ ആദ്യ തവണ ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, ആ ക്ലിപ്പ് പൊട്ടിയതായിരുന്നു. കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചവിടെ വെക്കാൻ പറ്റില്ല. ഇത് ആയി കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വെക്കാൻ പറ്റും, ഇതാക്കാം. വീഴാതിരിക്കാനൊക്കെ കുട്ടികളാണ് പ്രത്യേകിച്ച് ഇവിടെ കിടക്കുക. കാരണം ലെസ് ദാൻ 100 kg 2 പേര് കിടക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികളാണ്, അല്ലെങ്കിൽ 2 പേരും 50 താഴെ വെയിറ്റ് ഉള്ളവരൊക്കെ ആവണം. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ വൃത്തിയായിട്ട് അവർ കിടക്കാനും പറ്റും. പിന്നെ നമ്മൾ സാധാരണ 4 പേരുള്ളതാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് ഒരു ഡംപിങ് ആയിട്ടും ഉപയോഗിച്ചിരുന്നു എല്ലാ സാധനങ്ങളൊക്കെ. പാചകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ സാധനം ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്മോക്ക് ഡിറ്റക്ഷൻ ഭയങ്കരമായിട്ട് അലാറം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്. അതിൽ രണ്ടാമത്തെ സാധനം ഓഫ് ചെയ്താൽ മതി. കൂ 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 കൂന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ അത് ഓഫ് ചെയ്താൽ മതി. ഓഫ് ചെയ്താൽ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ താഴത്ത് ഒരെണ്ണുണ്ട്. അത് പലതിലും മാൽ ഫങ്ഷനിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഏരിയ കൂടെ കാലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂ 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 എന്ന് പറയും. ഇതിപ്പോൾ ഓൺ ആക്കിയിട്ടില്ല, ഞാൻ നെറ്റിന് കറണ്ടിൽ കണക്ഷൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലിങ്ങനെ കൈ ഇങ്ങനെ കാലോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂ 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 എന്ന് ഒച്ച വരും. മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ശ്രദ്ധിക്കണം. ഇതിൽ AC സ്വിച്ച് AC ഇതാണ്. സാധാരണ 2 ടൈപ്പ് ഉള്ളത് തന്നെ. പക്ഷേ പലതിലെയും 2 തവണത്തെ അനുഭവങ്ങളും വെച്ചിട്ടും എയർ കണ്ടീഷനിങ് നമ്മൾ ഹീറ്റർ എന്നുള്ള ഓപ്ഷൻ ഫാനിൽ കുറച്ച് മെനക്കെട്ടേ ഇതിൽ കിട്ടുന്നുള്ളൂ. ആ ഹീറ്റർ ആയിട്ടുള്ള തന്നെയാണ് നമുക്ക് യൂസ് വരിക. കാരണം നമ്മൾ 16 ഡിഗ്രി 13 ഡിഗ്രി ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കിടത്തുക. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നല്ല AC ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നും വരില്ല. വർഷക്കാലത്ത് ഹീറ്റർ ഓപ്ഷനിൽ ഇതിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഹീറ്ററിൻ്റെ ഇതെല്ലാം ആ ഓപ്ഷൻ തന്നെ നോക്കിയിട്ട് AC എന്നുള്ള ഓപ്ഷൻ അല്ല, ഹീറ്ററിൻ്റെ ഫാനിൻ്റെ ഓപ്ഷൻ തന്നെ ആക്കിയിട്ട് വെക്കേണ്ടി വരും. ഇതിൽ വെച്ചിട്ട് നാക്കുക. ഇത് ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. അതായത് ഇത് വെച്ച് കഴിഞ്ഞ് ഒരു തവണ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാലാണ് ഇത് ഓൺ ആവണുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ ശരിയായി വരും. മെയിൻ സ്വിച്ച്, ഈ സ്വിച്ചിൻ്റെ നമ്മൾ എല്ലാ സാധനങ്ങളും ഓണാക്കി ഇടണം. ഇതിൽ അത് ഓണാക്കി വരുന്നതിനനുസരിച്ചിട്ട് അതാത് സാധനങ്ങൾ ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇത് ഏതൊക്കെയാണ് ഏതിൻ്റെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനൊന്നും ഓർത്തിരിക്കാനോ ഈ ഇതിലുള്ള സാധനങ്ങൾ എന്താണെന്നൊന്നും നോക്കാറില്ല. ഞാൻ സാധാരണ എല്ലാം ഓണാക്കി ഇടും, അതാണ് ചെയ്യാറ്. ഇതിൽ ഓണാക്കി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രത്യേകിച്ച് ഇതിലുള്ള ഇതാണ് ഈ റേഞ്ച് ഹുഡ് എന്ന് പറയുന്ന സാധനം. ഇത് ഓണാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ടക്കടക്കടക്കേന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ഓണാക്കാൻ ബുദ്ധിമുട്ട് വരും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ലീൻ ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നൊട്ടോറിയസ് ഒരു സംഗതിയാണ്. കാരണം നമ്മളിവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഈ സാധനം ആകെ ബ്ലാസ്റ്റ് ആയിട്ട് ഇവിടെ ആകെ എല്ലാം കൂടി തോന്നും. അപ്പോൾ നമ്മൾ എന്ത് സാധനം വെച്ചാലും ഇത് മുന്നിലേക്കോ പിന്നിലേക്കോ വീഴും. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇവിടെ ഇതേപോലെ എന്തെങ്കിലും ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇത് വലിയ റോളായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. നമ്മളിവിടെ ചിപ്സ് ഭക്ഷണം കഴിച്ച സാധനത്തിൻ്റെ അങ്ങനെ പല വെട്ടിയിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ വെക്കും. ഈ ബുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓടുമ്പോൾ ഇതെല്ലാം കൂടി പെട്ടെന്ന് മുന്നിലേക്ക് അങ്ങോട്ട് പരന്നതാവും. പ്രത്യേകിച്ച് വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വെക്കേണ്ട. വണ്ടി ഓടുമ്പോൾ ഈ ഭാഗത്തോ അങ്ങനത്തെ യാതൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ചൂടിൻ്റെ വേണ്ടിയിട്ട് നമ്മളെ പലപ്പോഴും പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് ഇതാക്കണം. ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ്, ഒന്ന് മുകളിലേക്ക് പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ ഇതുണ്ട്. അത് കഴിഞ്ഞ് ഇത് തുറന്ന് വെക്കും. പക്ഷെ ഇത് നമ്മൾ അടയ്ക്കാൻ പലപ്പോഴും മറക്കും. വണ്ടി എടുത്ത് പോകുമ്പോൾ ഇത് അടയ്ക്കാൻ മറക്കും. അല്ലെങ്കിൽ രാത്രി നേരങ്ങളിൽ മഴച്ചാറിൽ വരുന്നുണ്ടെങ്കിലും ഇത് അടയ്ക്കാൻ മറക്കും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആളുടെ മേത്തേക്ക് തന്നെ വെള്ളം മുഴുവനാവും. അപ്പോൾ ഇത് അടയ്ക്കണ കാര്യത്തിന് നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെക്ക് ലിസ്റ്റിൽ ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. തുറക്കണതിൻ്റെ 4 പുറത്തുനിന്നും ഇങ്ങനെ ആക്കിയിട്ട് തുറക്കാം. തുറന്നു കഴിഞ്ഞിട്ട് ഇതിവിടെ വെച്ച് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. പ്രത്യേകിച്ച് നമ്മൾ വീട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു വീട് പോലെ തന്നെയുള്ളത് ഉപയോഗിക്കണത്. അപ്പോൾ നല്ലോണം ഈർപ്പം വരും. നമ്മൾ പാചകം ചെയ്തതിൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിട്ട് ഈർപ്പം വരും. അപ്പോൾ ഇത് തുറന്ന് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺജഷൻ ഫീൽ ചെയ്യും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചെയ്യാൻ ഇൻസെക്റ്റ് അങ്ങനെ പലതും വരും. അതേപോലെ കുറച്ചൊന്ന് ഫ്രഷ് എയർ കിട്ടി ഇതായി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ വേറെ സ്ഥലത്തും പോവാം. ചില സ്ഥലത്ത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് എവിടെയെങ്കിലും നിർത്തിയിടുമല്ലോ. അപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്നും തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത് വന്നോളൂ. ഇത് 4 തുറന്നിട്ട് കഴിഞ്ഞാൽ തരം ഇതായിട്ടുള്ളതുണ്ട്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇതിൻ്റെ വരാൻ. പിന്നെ ഇതിൻ്റെ അതല്ലാതെ അടിയിൽ നിന്ന്
രാത്രി ഉറങ്ങാൻ നേരത്തൊക്കെ ഫുള്ള് ലൈറ്റ് പ്രൂഫ് ആയിട്ട് വെക്കാനുള്ളത്. അടിയിൽ നിന്ന് മുകളിലേക്ക് മുകളിൽ നിന്ന് താഴത്തേക്കും രണ്ടെണ്ണമായിട്ട് വെക്കാം. ഇത് കൺവേർട്ട് ചെയ്യണതാണ്, എളുപ്പപ്പണിയാണ്. പക്ഷെ എന്നാലും നമുക്ക് അതില്ലെങ്കിൽ ആദ്യത്തെ തവണയ്ക്കൊക്കെ ചെറിയൊരിതായിരിക്കും. ഈ രണ്ടറ്റത്ത് പ്രസ്സിങ്ങിൻ്റെ ഉണ്ടാവും. ഈ രണ്ടെണ്ണം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ കാലുകൊണ്ട് അടിയുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ അത് വരും. ഈ അറ്റത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഈ സൈഡിൽ നിന്ന് ആദ്യം ഞെക്കിയിട്ട് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ എടുക്കും. ഇനി ഇതിലാണ് അടുത്തതുള്ളത്. ഇത് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ വരും, അത് മുകളിലേക്കാണോ താഴത്തേക്കാണോ. പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 2 തവണ ഇളക്കേണ്ടി വരും ഇങ്ങനെ, ഇല്ലെങ്കിൽ അത് ലൂസാവില്ല. ലൂസായി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുക. ഇതുപോലെ ഈ ഒരു സൈഡിലൊരു ചാലുണ്ട്, ആ ചാലിലേക്ക് തന്നെ കയറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചാല് കഴിഞ്ഞാൽ ഈ സൈഡ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇത് എളുപ്പ പരിപാടി. പിന്നെ 2 സൈഡിൽ നിന്ന് ഇത് കൊടുക്കുക, അത് രണ്ടും ഇവിടെ വയ്ക്കുക, പ്രസ് ചെയ്യുക. പിന്നെ ഈ 2 സൈഡിൽ ഇങ്ങനെ വലിക്കാനുള്ളത് ഇതുപോലെ വലിക്കാം. ഈ സൈഡും വലിക്കാം. എന്നിട്ട് ഇതിൽ വെക്കാനുള്ള ഒരു പീസ് ഉണ്ട് നീളത്തിൽ. ആ പീസ് അതിൻ്റെ ഉള്ളിലാണ് വെക്കാറ്. അത് അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് അതിൻ്റെതായ വീഡിയോ തന്നെ നെറ്റിലുണ്ട്, അത് തന്നെ കാണാം.